യമഹയുടെ ഒരു കുഞ്ഞ് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നമുക്കറിയാം YBR സീരീസ് ഒക്കെ ഇന്ത്യയിൽ അത്യാവശ്യമൊക്കെ നല്ല ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഓടിയിരുന്ന വണ്ടിയായിരുന്നു. പക്ഷെ അത്രയധികം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യമഹ ഒരു തളർന്ന അല്ലെങ്കിൽ യമഹയുടെ ഒരു RX-നൊക്കെ ശേഷം അത്ര നല്ലൊരു സ്കോപ്പ് കിട്ടാത്ത ഒരു സീരീസ് തന്നെയായിരുന്നു ഈ YBR സീരീസ് എന്ന് പറയുമ്പോൾ. അതിനുശേഷം യമഹ തിരിച്ചു വരുന്നത് FC വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യമഹയുടെ ഒരു കുഞ്ഞൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ്. YBR-125-G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ. ഈ ഒരു മോട്ടോർ സൈക്കിൾ മെയിൻ ആയിട്ട് യമഹ കൊടുക്കുന്നത് ആഫ്രിക്ക, അതുപോലെ തന്നെ പാകിസ്ഥാനാണ് മെയിൻ ആയിട്ട് ഈ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നന്നായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇന്ത്യയിലേക്കും ഈ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. കാരണം 125 അല്ലെങ്കിലും അതിന് മേലേക്കുള്ള ഒരു YBR സീരീസോ അല്ലെങ്കിൽ YZF സീരീസുകളോ ഏതെങ്കിലും ഒരെണ്ണം വരാനായിട്ട് ഇന്ത്യയിൽ ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ബൈക്കിന്റെ എന്തുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രണ്ട് റേസ്ഡ് ആയിട്ടുള്ള മഡ് ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി നക്കിൾ ഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണ് ഇതിൽ വരുന്നത്. സിംഗിൾ ടൈപ്പ് സീറ്റ് ആണ്, സ്പ്ലിറ്റ് സീറ്റ് അല്ല. നമ്മുടെ സാധാ ബെഞ്ച് സീറ്റ് പോലത്തെ സിംഗിൾ സീറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ റൗണ്ടഡ് ഹെഡ്ലൈറ്റ് പ്ലസ് റൗണ്ടഡ് ഹെഡ്ലൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ടാങ്ക് എന്ന് പറയുന്നത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ടാങ്ക് ആണ്. നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാനൊക്കെ നല്ലൊരു കോൺഫിഡൻസ് തരുന്ന പോലത്തെ സ്ലീക്ക് ആയിട്ടുള്ള ടാങ്ക് ആണ്. അതുപോലെ വൈഡ് ഹാൻഡിൽ ബാർ ആണ്, നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് അത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം കമ്മ്യൂട്ട് ചെയ്യാനും പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും ഇത്. ടയേഴ്സ് എന്ന് പറയുന്നത് ഓഫ് റോഡ് പർപ്പസ് ആയിട്ടുള്ള ടയേഴ്സ് തന്നെയാണ്. പക്ഷേ റിം എന്ന് പറയുന്നത് അലോയ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വയർ സ്പോക്ക് അല്ല, അല്ലെങ്കിൽ സ്പോക്ക് വീൽസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, അലോയ്സ് ആണ്. അപ്പോൾ അഡ്വഞ്ചർ പ്ലസ് ഒരു ഓൺ റോഡ് യൂസ് ആയിരിക്കും കൂടുതലും ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക. അതുപോലെ തന്നെ ഇതിന് എഞ്ചിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 124 cc ആണ്. 4 സ്ട്രോക്ക് എയർ കൂൾഡ് സിംഗിൾ ഓവർഹെഡ് SOIC എഞ്ചിനാണ്. അതുപോലെ തന്നെ ഫോർവേഡ് ഇൻക്ലൈൻഡ് സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എഞ്ചിനാണ്. ഓക്കെ. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റാർട്ടോട് കൂടിയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ പ്ലസ് കാർബറേറ്ററും വന്നിരുന്നു മുന്നത്തെ മോഡൽ. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് 10 bhp പവറേ ഉള്ളൂ. അത് 7800 RPM. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 9 Nm ടോർക്കാണ്. അത് 6000 RPM. ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത് കോൺസ്റ്റന്റ് മെഷർ ആയിട്ടുള്ള 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ആണ്, അത് 245 mm ആണ് ഫ്രണ്ട് റോട്ടർ വരുന്നത്, ഡിസ്ക് വരുന്നത്. റിയർ വരുന്നത് ഡ്രം ആണ്, അത് 150 mm ഉള്ള ഡ്രം ബ്രേക്ക് ആണ് ബാക്കിൽ വരുന്നത്. ഫ്രെയിം എന്ന് പറയുന്നത് ഡയമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഫ്രെയിം ആണ്. ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ നോർമൽ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്ക് ആണ് വരുന്നത്. വീലിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പോരായ്മ എന്ന് പറയാം. പക്ഷേ ഈ ഒരു ബൈക്ക് നമുക്കറിയാം ഓഫ് റോഡ് പ്ലസ് ഓൺ റോഡ് പർപ്പസ് ആയിട്ട് നല്ല യൂസ് ചെയ്യാൻ പറ്റിയ മോട്ടോർ സൈക്കിളിനെ ആയിരിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 160 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് കുറച്ച് കുറവാണെന്ന് പറയാം. നമുക്ക് അത്ര വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ ഒരു കുഞ്ഞൻ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, എന്തായാലും യമഹ ഒരു കുഞ്ഞൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 200 cc അല്ലെങ്കിൽ 150 cc ഉള്ള നല്ലൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യമഹ എന്തായാലും നല്ലൊരു സക്സസ് തന്നെയായിരിക്കും. ഇതിൽ ആളുകൾ ഇനി ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനെയാണ് കൂടുതലും വെയിറ്റ് ചെയ്യുന്നത്. കാരണം നെയ്ക്കഡ് മോട്ടോർ സൈക്കിളിനേക്കാളും ബെറ്റർ ആണ് എപ്പോഴും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ റോഡിന്റെ കണ്ടീഷൻ ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ തന്നെയാണ് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടൽ ദെൻ ചാവോ.